സോ ഡീപ്പ് ലേണിംഗ് വിത്ത് ടെൻസർഫ്ലോ എന്ന സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. നമ്മൾ ഈ ഒരു സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഡീപ്പ് ലേണിംഗ്, എങ്ങനെയാണ് ടെൻസർഫ്ലോ എന്ന ഫ്രെയിംവർക്ക് വെച്ചിട്ട് ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതേപോലെ തന്നെ ഇമേജ് ക്ലാസിഫിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തിയറി പോർഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കോഡിംഗ് പാർട്ടിലാണ്. സോ നമ്മൾ ടെൻസർഫ്ലോ വെച്ചിട്ട് ന്യൂറൽ നെറ്റ്വർക്ക്സും ഒപ്പം തന്നെ ഇമേജ് ക്ലാസിഫിക്കേഷൻ മോഡൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ബിൽഡ് ചെയ്യും. സോ നമുക്കിതിൻ്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് നമുക്ക് ബേസിക് പൈത്തൺ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ നമുക്കിപ്പോൾ പഠിക്കുന്ന ടൈമിൽ എന്തായാലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാം. സോ നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കാം. നമുക്ക് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഇപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മൾ ചിക്കനാണ് കൊടുക്കുന്നത്. ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം നമുക്കൊന്ന് വിചാരിക്കാം. സോ നമുക്കൊരു ചിക്കനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. നമുക്കതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതായത് നമ്മുടെ റെസിപ്പി. ഇപ്പോൾ നമുക്കത് ഇങ്ങനെ അത് കട്ട് ചെയ്യണം, ഒപ്പം തന്നെ ഇത്ര മസാല ആഡ് ചെയ്യണം, അങ്ങനത്തെയാണ് നമ്മുടെ റൂൾസ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ തന്നെ എഴുതുക റൂൾസ്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? ചിക്കൻ കറി. അപ്പോൾ ഈ റൂൾസ് നമ്മൾ തന്നെ എഴുതുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്. അപ്പോൾ മെഷീൻ ലേണിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കിതിൽ നോക്കുമ്പോൾ ഇൻപുട്ട് ഉണ്ട്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു റൂൾസ് ഉണ്ടല്ലോ, അഥവാ നമ്മുടെ റെസിപ്പി, ആ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നമ്മുടെ മെഷീനാണ്. അത് കണ്ടെത്തേണ്ട ആ ഒരു ചുമതല മെഷീൻ്റെയാണ്. സോ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ അതിനെ പാറ്റേൺ എന്ന് പറയും. ഈ ഒരു പാറ്റേൺസ് എല്ലാം കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഒന്നും കൂടി പറയാം നമ്മുടെ എക്സാമ്പിൾ. അതായത് നമുക്കിപ്പോൾ ചിക്കൻ ഇൻപുട്ടായിട്ടുണ്ട്, ചിക്കൻ കറിയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് മെഷീൻ തന്നെ കണ്ടെത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു പാറ്റേൺസ് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയാം. സോ നമുക്കിതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. സോ ഇതിൽ നമുക്ക് പറയുന്നുണ്ട്, മെഷീൻ ലേണിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഡാറ്റ ഇൻ ടു നമ്പേഴ്സ് ആൻഡ് ഫൈൻഡിങ് പാറ്റേൺസ് ഇൻ ദോസ് നമ്പേഴ്സ്. അതായത് നമ്മുടെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഡാറ്റ വേണമെങ്കിലും ആവാം. നമ്മുടെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആവാം, നമ്മുടെ ഓഡിയോ ഡാറ്റ ആവാം, വീഡിയോ ആവാം, ഇമേജ് ആവാം, എന്തും ആവാം. സോ ഈ ഒരു ഡാറ്റേനെ നമ്മൾ നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ നമ്പേഴ്സിൽ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയാം. സോ ഈ ഒരു പാറ്റേൺ എങ്ങനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡും മാത്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺസ് എല്ലാം കണ്ടെത്തുക. സോ ഇതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ഡെഫിനേഷൻ, ഡീപ്പ് ലേണിംഗ് ഇസ് എ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് ദാറ്റ് യൂസസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് വിത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ടു ലേൺ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഡാറ്റ വിത്ത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ആബ്സ്ട്രാക്ഷൻ. ഈ ഒരു ഡെഫിനേഷൻ കുറച്ചും കൂടി എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഇത് പഠിക്കാനായിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ കോഡ് എഴുതുന്നുണ്ടാവുക. സോ നമുക്ക് ഇവിടെ ഇമേജസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു പിക്ക് നമുക്കിവിടെ കാണാം. ഈ ഒരു പിക്കാണത്. സോ നമുക്കിതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൊമെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സബ്സെറ്റ് എന്ന് പറയും. അതാണ് നമ്മുടെ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിങ്ങിൻ്റെയും സബ്സെറ്റാണ് നമ്മുടെ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു ബ്രോഡ് സ്റ്റഡിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡാറ്റ വെച്ചിട്ട് മെഷീനിനെ പഠിപ്പിക്കുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്
സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള മെഷീൻസ്. അതിൽ വരുന്ന 2 സബ് ഡൊമെയിൻസ് ആണ് നമ്മുടെ മെഷീൻ ലേണിങ്ങും അതേപോലെ തന്നെ ഡീപ്പ് ലേണിങ്ങും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീപ്പായിട്ട് എന്താണ് മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ എപ്പോഴൊക്കെയാണ് നമുക്ക് ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ എപ്പോഴാണ് അത് യൂസ് ചെയ്യാൻ പാടാത്തത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് എന്തായാലും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.